വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് അവൽ വിളയിച്ചാലോ? അതിനായി ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിലെ 2 കപ്പ് മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1.5 അച്ച് ശർക്കരയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഏലക്ക, എള്ള് 1/2 ടീസ്പൂൺ, നാളികേരം 3 ടേബിൾ സ്പൂൺ, പൊട്ടുകടല 2 ടേബിൾ സ്പൂൺ എന്നിവ നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. അതിനുശേഷം ഞാൻ ഒരു പാനിൽ ശർക്കര 1.5 അച്ച് കുറച്ച് വെള്ളവും ചേർത്ത് പാനിയാക്കാനായി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ഒരു നൂൽ പരുവം ആവുന്നത് വരെ തിളപ്പിക്കണം. അതിനുശേഷം നമുക്കൊരു മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് കനം കുറഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുന്ന നാളികേരക്കൊത്തും ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇവയുടെ കളറുകളൊക്കെ ഒന്ന് മാറി വന്നു തുടങ്ങി. ഇവ പെട്ടെന്ന് കളർ മാറും. മൊരിച്ചിൽ കൂടുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിച്ച് അവയെ എടുത്തു മാറ്റി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ദാ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിവയെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതേ പാനിൽ തന്നെ പൊട്ടുകടലയും വറുത്തെടുക്കാവുന്നതാണ്. ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതും ഒന്ന് ചൂടാക്കിയെടുക്കാം. അവയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി അവയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇവയും ഒന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. എന്താ കളറൊക്കെ ഇപ്പോൾ മാറി വരുന്നുണ്ട്. ഇനി ഇതിനെയും എടുത്തു വയ്ക്കാം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെയാണ് നമ്മൾ എള്ളും ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് എള്ള് ഇട്ട് കൊടുക്കാം. എള്ള് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എള്ള് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ മണവും ചെറുതായി എള്ളൊന്ന് പൊട്ടുന്ന ശബ്ദവുമൊക്കെ കേൾക്കാൻ തുടങ്ങും. തീ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം അതും മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി അവൽ ഇട്ട് കൊടുക്കാം. അവൽ നമുക്കൊന്ന് നന്നായി ചൂടാക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വറുത്ത് കോരി നമ്മൾ മാറ്റി വെച്ചവയെല്ലാം ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായി യോജിച്ച് വരട്ടെ. നമുക്ക് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാരയും 2 ഏലക്കയും കൂടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം നന്നായി നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇവ നന്നായി യോജിച്ച് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ശർക്കര പാനിയാക്കി വെച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു നൂൽ പരുവത്തിലുള്ള ശർക്കര നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇവ ചൂട്ടോടെ തന്നെ വേഗം ഇളക്കി കൊടുക്കാം. അപ്പോൾ അവിലിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായി ശർക്കര പിടിക്കും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അത് അവിലും നമ്മളിട്ട് കൊടുത്ത വറവുകളും എല്ലാം ഇപ്പോൾ ശർക്കരയുടെ കൂടെ നന്നായി യോജിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി പതുക്കെ ഡ്രൈ ആവാൻ തുടങ്ങും. അവിലെല്ലാം ഒന്ന് നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പാവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ആ ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് ഇളക്കി കൊടുത്ത് അവയെല്ലാം ഒന്ന് യോജിപ്പിച്ചും ക്രിസ്പാവുന്നവരെയും ഒന്ന് മുരിച്ചെടുക്കാവുന്നതാണ്. കണ്ടോ, ഇപ്പോൾ അവൽ നന്നായി ക്രിസ്പായിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇവ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം. നന്നായി ടൈറ്റായി വയ്ക്കാവുന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കത് സൂക്ഷിക്കാവുന്നതാണ്. താങ്ക് യു.